വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ലോക്കൽസ് ആയിട്ടുള്ള ആൾക്കാർ ഡംപ് ചെയ്യുന്നതല്ല, മറ്റു ദൂര സ്ഥലങ്ങളിൽ നിന്ന് ട്രാവൽ ചെയ്ത് പോകുന്ന ആൾക്കാരാണ് ഡംപ് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രധാന കാരണം ഈ എരുമേലി മുക്കട റോഡിൽ രാത്രി ആയിക്കഴിഞ്ഞാൽ ഇവിടെ ലൈറ്റ് ഇല്ല, അതേപോലെ തന്നെ ഇവിടെ CCTV ക്യാമറ പോലുള്ള യാതൊരു വിധത്തിലുള്ള മോണിറ്റർ ചെയ്യാനുള്ള കാര്യങ്ങളുമില്ല. ഭയങ്കര സ്മെല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവഴി പോകുമ്പോൾ നമുക്ക് പറ്റത്തില്ല, അതുപോലെ സ്മെല്ലാണ്. പിന്നെ കൈകൊണ്ടെടുക്കാൻ അറപ്പാകുന്നുവെങ്കിലും ഇതൊരു നല്ലൊരു കാര്യത്തിനാകുന്നത് കൊണ്ട് ഞങ്ങളിത് ചെയ്യുന്നു. ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഭക്ഷണം കഴിക്കാൻ പോയിട്ട് വന്നപ്പോൾ തന്നെ അവിടെ വലിച്ചെറിഞ്ഞേക്കുന്നു. അപ്പോൾ അത്രയും നമ്മുടെ മനുഷ്യരുടെ ആ സംസ്കാരം നമ്മൾ ഓർക്കണം. നമസ്കാരം. ദുർഗന്ധം വമിക്കുന്ന മാംസാവശിഷ്ടങ്ങളും ഉപയോഗിച്ച ശേഷം ഉപേക്ഷിച്ച ഡയപ്പറുകൾ ഉൾപ്പെടെ മാലിന്യമായി കിടന്ന പാതയോരം വൃത്തിയാക്കിയിരിക്കുകയാണ് ഒരുപറ്റം യുവാക്കൾ. തിരുവല്ല അതിരൂപതയുടെ മലങ്കര കത്തോലിക്ക യൂത്ത് മൂവ്മെൻ്റ് നേതൃത്വത്തിലാണ് 200ഓളം വരുന്ന ചെറുപ്പക്കാർ ഈ പാതയോരം വൃത്തിയാക്കിയിരിക്കുന്നത്. എരുമേലി റാന്നി പാതയിൽ മുക്കട മുതൽ കരിമ്പിന്തോട് വരെയുള്ള വനമേഖലയാണ് വൃത്തിഹീനമായി കടന്നിരുന്നത്. പലരും മാംസാവശിഷ്ടങ്ങൾ ഉൾപ്പെടെയാണ് ഈ പാതയോരത്ത് നിക്ഷേപിച്ചിരുന്നത്. ദുർഗന്ധം വമിക്കുന്നതിനാൽ ഇതുവഴിയുള്ള യാത്ര വരെ ദുസ്സഹമായിരുന്നു. പലതവണ വനം വകുപ്പ് ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അത് പ്രവർത്തനരഹിതമായതിനെ തുടർന്ന് പതിവായി മാലിന്യം നിക്ഷേപിക്കുകയാണ്. അത് തിരിച്ചറിഞ്ഞ ഒരുപറ്റം യുവാക്കളാണ് ഇത്തരത്തിൽ സേവന പ്രവർത്തനവുമായി പാതയോരം പൂർണ്ണമായും ശുദ്ധീകരിച്ചത്. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ യുവജന പ്രസ്ഥാനമായ MCY തിരുവല്ല ഭദ്രാസനത്തിന് കീഴിലുള്ള MCY ആണ് ഈ എരുമേലി മുക്കട ഈ റോഡ് ക്ലീൻ ചെയ്യുന്നത്. ഇതിന് മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ ശബരിമല വനപാതയാണല്ലേ. അപ്പം ഈ ഒരു വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ലോക്കൽസ് ആയിട്ടുള്ള ആൾക്കാർ ഡംപ് ചെയ്യുന്നതല്ല, മറ്റു ദൂര സ്ഥലങ്ങളിൽ നിന്ന് ട്രാവൽ ചെയ്ത് പോകുന്ന ആൾക്കാരാണ് ഡംപ് ചെയ്യുന്നത്. അവിടെ വേസ്റ്റ് ഉണ്ടായിരുന്നു. മെയിനായിട്ട് ഈ ഡയപ്പേഴ്സ് ആണ്. അതായത് കുട്ടികളിൽ യൂസ് ചെയ്ത് കുറേ വർഷങ്ങൾ വെച്ചിരിക്കുന്ന പോലെ ചാക്ക് കണക്കിന് ഡയപ്പേഴ്സ്, പിന്നെ ഈ അറവുമാലിന്യങ്ങൾ, ഹോട്ടലുകളിലെ അറവുമാലിന്യങ്ങൾ, ഈ മുട്ടത്തോടുകൾ, അതാണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ ഈ മദ്യക്കുപ്പികൾ, അങ്ങനെയുള്ള സാധനങ്ങളാണ് കൂടുതലായിട്ടും കാണുന്നത്. പിന്നെ കൈകൊണ്ടെടുക്കാൻ അറപ്പാകുന്നുവെങ്കിലും ഇതൊരു നല്ലൊരു കാര്യത്തിനാകുന്നത് കൊണ്ട് ഞങ്ങളിത് ചെയ്യുന്നു. സത്യം പറഞ്ഞാൽ ഈ വലിച്ചെറിയൽ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് മലയാളികൾ ഇങ്ങനെ വലിച്ചെറിയുന്ന വളരെ നീചമായിട്ടുള്ള സങ്കടം നിറഞ്ഞ കാര്യം. നമ്മളത് കളക്ട് ചെയ്തപ്പോൾ നമുക്ക് അതിൻ്റെ വിഷമങ്ങൾ മനസ്സിലായത്. ഇത് കളക്റ്റീവായിട്ട് ഒരു 2 മാസത്തെയും 3 മാസത്തെയും പാമ്പേഴ്സ് ഒരുമിച്ച് കൊണ്ട് കളയുന്ന പോലെയുള്ള ഇതിൻ്റെ പ്രധാന കാരണം ഈ എരുമേലി മുക്കട റോഡിൽ രാത്രി ആയിക്കഴിഞ്ഞാൽ ഇവിടെ ലൈറ്റ് ഇല്ല, അതേപോലെ തന്നെ ഇവിടെ CCTV ക്യാമറ പോലുള്ള യാതൊരു വിധത്തിലുള്ള മോണിറ്റർ ചെയ്യാനുള്ള കാര്യങ്ങളുമില്ല. ഇത് മൊളസ്റ്റ് ചെയ്തുകൊണ്ട് ഇത് ദുരുപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നത് പ്രധാനമായിട്ടും. ഇതിന് വേറൊരു സ്മെല്ലൊക്കെ ആയിരുന്നു. എന്നാലും ഞങ്ങളുടെ കഴിവനുസരിച്ച് ഞങ്ങൾ ചെയ്തു. 2 കിലോമീറ്റർ മേളിൽ ദൂരം അത്ര ദൂരം ഉണ്ടായിരുന്നു. 4 കിലോമീറ്ററോളം ഉണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇതിന്റെ പുറകെ തന്നെയായിരുന്നു. ഇതിന് മുന്നേ ഒരു 2 മാസം മുന്നേ ഞാനിവിടെ ഇതുവഴി പോയപ്പോൾ നമ്മൾ പഞ്ചായത്തോട് സംസാരിച്ചതാണ്. പഞ്ചായത്തുകാർ അപ്പം തന്നെ നല്ല സപ്പോർട്ടായിരുന്നു. കാരണം അവർ മാത്രം നോക്കിയാലത് ഇവിടുത്തെ ലോക്കൽ ജനങ്ങൾ തന്നെ ഇതിൽ മുന്നിട്ടിറങ്ങിയെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനും എന്തെങ്കിലും ഒരു പ്രതിവിധി കാണത്തുള്ളൂ. അപ്പോൾ അത് മുന്നോട്ട് നമ്മൾ ചെയ്ത് തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഫോറസ്റ്റുകാരോട് സംസാരിച്ചവർ അപ്പോഴേ അവർ സപ്പോർട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഫോറസ്റ്റിൽ നിന്നും പഞ്ചായത്തിൽ നിന്നും നമുക്കിവിടെ ക്യാമറ വെക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളും അവരോട് സപ്പോർട്ട് ചെയ്തു. 200ഓളം യുവജനങ്ങൾ നമുക്ക് അന്ന് വന്ന് നമുക്ക് ക്ലീൻ ചെയ്യാൻ വരാമെന്ന് പറഞ്ഞു. അവർ നമുക്ക് സപ്പോർട്ട് ചെയ്തു. നമുക്ക് വെള്ളവും കാര്യങ്ങളും എല്ലാ പഞ്ചായത്തും. മാംസത്തിന് കൂടുതലും മറ്റേ ഈ ഡയപ്പറാണ്. കാരണം ഓരോരുത്തർ വീടുകളൊക്കെ ശേഖരിച്ച് വെച്ചിട്ട് അത് കൊണ്ട് ഇടുവാണ്. അത് പിന്നെ നനഞ്ഞിട്ട് പിന്നെ ഭയങ്കര സ്മെല്ലാണ് നമുക്ക് വരുന്നത്. പിന്നെ ഈ ഫോറസ്റ്റുകാർ പറയുണ്ടായി വീട്ടിൽ വളർത്തിയ നായ അവിടെ ചത്തിട്ട് അവരവിടെ കുഴിച്ചിടാതെ ഇവിടെ വന്ന് കൊണ്ടിട്ടുന്ന ഒരു പ്രവണത ഉണ്ടെന്ന് പറഞ്ഞു. ഭയങ്കര സ്മെല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവഴി പോകുമ്പോൾ നമുക്ക് പറ്റത്തില്ല, അതുപോലെ സ്മെല്ലാണ്. പിന്നെ അതിനൊരു മാറ്റം, എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവട്ടെ, എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ജനങ്ങളിൽ ഉണ്ടാവട്ടെ എന്ന് കരുതിയാണ് നമ്മളിത് മുന്നോട്ട് ഇറങ്ങിയത്. അതുപോലെ തന്നെ ബീർ കുപ്പികൾ, പല ആൽക്കഹോൾ കുപ്പികൾ എല്ലാം ഇവിടെ വന്ന് ടെസ്റ്റ് ചെയ്യും. അത് വണ്ടികൾ പൊട്ടിയൊക്കെ ചെയ്ത് ഞങ്ങൾ ഒത്തിരി സ്ഥലത്ത് കണ്ടു. കുപ്പിച്ചില്ലായിരുന്നു പല സ്ഥലത്തും. എന്നിട്ട് ഞങ്ങൾ അത് പെറുക്കി, ഗ്ലൗസ് ഇട്ട് പെറുക്കിയൊക്കെ ചെയ്ത് ഞങ്ങൾ അത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പം 2 വർഷങ്ങൾക്ക് മുമ്പ് മാലിന്യങ്ങൾ നമ്മളിങ്ങനെ നീക്കം ചെയ്യും, എന്നാൽ അതിന് ഇരട്ടിയായിട്ട് വന്ന് വീഴുക. അപ്പം നമ്മളിപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് ഇവർ ഒരു സപ്പോർട്ട് വന്നപ്പോൾ നമ്മൾ നല്ല രീതിയിൽ അത് ഉപയോഗിച്ചുകൊണ്ട് അപ്പോൾ ഇത് മാലിന്യം മുഴുവൻ നീക്കം ചെയ്തുകൊണ്ട് നമ്മൾ CCTV ക്യാമറ വെച്ചെങ്കിൽ ഇത് ചെയ്യും. നേരത്തെ വെച്ചതായിരുന്നു, പക്ഷേ അത് മോണിറ്ററിങ് ഇല്ലാത്തത് കൊണ്ട് നശിച്ചുപോയി. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും മാലിന്യം. പക്ഷേ ഇനി നമ്മൾ അത് ക്യാമറ വെച്ചുകൊണ്ട് നല്ല രീതിയിലൊരു മോണിറ്ററിങ് നടത്തിയെങ്കിൽ മാത്രമേ നമുക്കിത് ഈ മാലിന്യം പൂർണ്ണമായിട്ട് മതി. അപ്പം ഞങ്ങളിത് ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഭക്ഷണം കഴിക്കാൻ പോയിട്ട് വന്നപ്പോൾ തന്നെ അവിടെ വലിച്ചെറിഞ്ഞേക്കുന്നു. അപ്പോൾ അത്രയും നമ്മുടെ മനുഷ്യരുടെ ആ സംസ്കാരം നമ്മൾ ഓർക്കണം.
നമ്മൾ ഇത്രയും കിടന്ന് കഷ്ടപ്പെടുമ്പോൾ രാവിലെ 8:30 മുതൽ ഞങ്ങൾ ഇവരും അത് ഹരിതസേനക്കാർ ഫോറസ്റ്റുകാരൊക്കെ എല്ലാവരും കൂടെ കൂടിയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത്രയും ഈ സമയം വരെ ഞങ്ങൾ ഒരു വിശ്രമം ഇല്ലാതെ ഭക്ഷണം കഴിക്കാൻ മാത്രമാണ്. അപ്പം നമ്മൾ ഇത്രയും ആത്മാർത്ഥമായിട്ട് ചെയ്യുമ്പം അത് കണ്ടിട്ട് പിന്നെയും ജനങ്ങൾ ഇത് വലിച്ചെറിയുമ്പോൾ അത് അവരുടെ വീട്ടിൽ തന്നെ സംസ്കരിക്കേണ്ട കാര്യങ്ങൾ അത് ഏറ്റവും കൂടുതൽ നമുക്കിവിടെ വന്നേക്കെന്ന് വെച്ചാൽ സ്നഗ്ഗി, ഡൈപ്പർ, പിന്നെ നമുക്ക് ഈ തട്ടുകടയിൽ നിന്നുള്ള ഈ മുട്ടത്തോടുകൾ, അതാണ് ഞങ്ങൾ ഇത്രയും നേരം ഇവിടെ വലിച്ചു വാരിയത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെല്ലാവരും കൂടെ ശ്രദ്ധിച്ചാൽ ഇത് ക്ലീൻ ആക്കിക്കൊണ്ട് പോകാനുള്ളൂ. അപ്പം ഏതായാലും ഈ അവശിഷ്ടങ്ങളെല്ലാം തന്നെ മനസ്സ് മടിക്കാതെയാണ് ഈ ചെറുപ്പക്കാർ ഇവിടെ വൃത്തിയാക്കി പോകുന്നത്. ഇനിയും ഇവിടെ മാലിന്യം നിക്ഷേപിക്കാനായി എത്തുന്നവരോട് ഒരു അപേക്ഷയുണ്ട്. ഈ കുട്ടികൾ, ഈ ചെറുപ്പക്കാർ കാണിച്ച ആ ഒരു മനസ്സെങ്കിലും നിങ്ങൾ കാണിക്കണം. ദയവ് ചെയ്ത് ഈ മനോഹരമായ ഒരു പ്രദേശമാണ്, നിരവധി പാതയോരങ്ങളിൽ മരങ്ങൾ വളർന്നു നിൽക്കുന്ന ഒരു വനമേഖല കൂടിയാണ്. അതിൻ്റെ സൗന്ദര്യം കളയുന്ന തരത്തിൽ മാലിന്യം ഉപയോഗിക്കരുത് എന്നൊരു അഭ്യർത്ഥന കൂടിയാണ് ഞങ്ങൾക്കുള്ളത്. ക്യാമറാമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, കോട്ടയം.